ഫ്ലെക്സിക്ക് ഒരു ശാപമോശം എന്തോ കത്തിക്കിടക്കുകയാണോ? ഫ്ലെക്സിക്ക് ഒരു ശാപമോശം കൊടുക്കാൻ പോവുകയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഇങ്ങനെ ഒരു കോലത്തിരിക്കുന്ന കാണുമ്പോൾ എനിക്കെന്തോ ഒരുമാതിരി. അപ്പോൾ ഇന്നെന്തായാലും നമ്മളത് ശരിയാക്കണം. അതിൻ്റെ ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എത്ര നാൾ എടുക്കാതിരുന്നാലും ഫസ്റ്റ് ഇതിന് വണ്ടി സ്റ്റാർട്ടാവും. കടയിലോട്ട് പോവാം. ഇതിൻ്റെ ഇഷ്യൂസ് വരുന്ന മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട റൈസ് ആവുന്നു, വലത്തോട്ടാക്കാൻ മാത്രം റൈസ് ആകുന്നു. അപ്പോൾ ആക്സിലേറ്റർ കേബിളിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്നിട്ട് കടയിൽ പോയിട്ടാണ്. നമ്മളെ പട്ടിയുണ്ടോ മോളിൽ കിടക്കുന്നത്? ടാറ്റാ. അപ്പം കയ്യിരിപ്പ് ശരിയില്ലാത്തതുകൊണ്ട് ക്വാറൻറ്റീനിലാക്കി അവിടെ ഇട്ടേക്കുകയാണ്. ഇവിടെ താഴെ ഇട്ടേക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ആളടുത്ത് വതുപ്പ് കൂടുതലാണ്. കണ്ടാൽ നോക്കുന്നത് ഇലക്ട്രിക് കേബിളിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അതൊന്നും നമ്മൾക്ക് തന്നെ അയച്ച് മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാലോ, നമ്മളെ സ്വന്തം വണ്ടി പണിയുന്ന പോലെയല്ല മറ്റുള്ളവരുടെ വണ്ടി പണിയുന്നത്. അപ്പോൾ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയാണെങ്കിൽ കിട്ടിയെന്ന് പറഞ്ഞ് പോയിച്ച് വിഷമിച്ചിരിക്കുക. ബട്ട് അതുപോലല്ല വല്ലവരെയും വണ്ടി പണിയുന്നത്. പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ വണ്ടി പണിയാൻ അത്ര ഒരു കോൺഫിഡൻസും ഇല്ല. അതുകൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തായിരിക്കും ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്നത്. ഈ വണ്ടി ഓടിച്ചിട്ട് വെളിയിറങ്ങാൻ എന്തോ ഒരുമാതിരി ആവുന്നത് ഗൈസ്. കാരണം ഞാൻ ഈ കരുവാത്ത വണ്ടിയെ കൊണ്ട് വെളിയിറങ്ങിയിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വണ്ടി കൊണ്ട് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരും കളിയാക്കും. ആദ്യം നമ്മളെ കുറച്ച് സബ്സ്ക്രൈബർ ഭായിമാരുള്ളൊരു ഷോപ്പുണ്ട് കാരേറ്റ്, അവിടെ കൊണ്ടുപോയി കഴുകിയിട്ട് തിരിച്ചു വരാം. ഇനി എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് 2 തന്തയില്ലാത്തവന്മാർ വന്നിരുന്ന് കുറേ റിയാക്റ്റ് ചെയ്തിട്ടുണ്ട്. അവന്മാർക്ക് അതിൽ തന്തയില്ലാത്തവൻ എന്നൊരു 5 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വന്നിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവന്മാർക്കുള്ളത് കൊടുക്കുക. എന്തൊക്കെയല്ലേ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഈ കൊച്ചു വാണങ്ങൾ ചെയ്യുന്നത്. ഈ വണ്ടിയുടെ കാര്യത്തിൽ ഗൈസ് പൊടിയുണ്ടോ ഗൈസ്? ഈ ഒരു സമയത്തൊക്കെ വൈസർ എത്ര ചൂടാലും വൈസർ ഇട്ടിട്ടേ വണ്ടി ഓടിക്കാവൂ, ഇല്ലെങ്കിൽ കണ്ണങ്ങെത്തുമ്പോൾ ആവിയാവും. ഇത്തിരി നാൾ എടുക്കാൻ വേണ്ടി ഈ വണ്ടിക്ക് ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ചില കാര്യങ്ങൾ യമഹേനെ നമുക്ക് ഒരു രീതിക്കും കുറ്റം പറയത്തില്ല. പിന്നെ എൻ്റെ വണ്ടിയുടെ കാട്ടിയൊക്കെ സീറ്റിലൊക്കെ നല്ല കംഫർട്ട് ഓടിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് പോകാൻ നേരത്ത് ഇതിലാണ് കുറച്ചുകൂടെ കംഫർട്ട്. ഇതിൻ്റെ സീറ്റ് ബാക്കിലായാലും ഫ്രണ്ടായാലും നല്ല കംഫർട്ടാണ്. പക്ഷേ എൻ്റെ വണ്ടിയിൽ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ കടുക്കും. പിന്നെ ഇതിൽ നമുക്കിപ്പോൾ വാർണിംഗ് ലൈറ്റ് എന്തോ കത്തിക്കിടക്കുകയാണോ? നാളെ എന്തായാലും ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയിട്ട് കടയിൽ നിന്ന് തുറക്കാൻ വേണ്ടി ചാൻസ് ഇല്ല. അപ്പോൾ ഇന്നെന്തായാലും വണ്ടി കേബിളൊക്കെ മാറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വണ്ടി എന്തായാലും കഴുകണം. ഞാൻ സാധാരണ വെഞ്ഞാറോടാണ് വണ്ടി പണിയാൻ പോകാറുള്ളത്. ഇപ്പോൾ അവിടെ പോകേണ്ട വെയിലും ബ്ലോക്കും ഒക്കെ ആലോചിച്ച് അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ജസ്റ്റ് ആക്സിലേറ്റർ കേബിൾ മാറേണ്ട ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സ്പെയർ ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൻ്റെ അപ്പുറത്തൊരു കടയുണ്ട്. ഇവിടേക്ക് ഉള്ളവർക്കാണെങ്കിൽ കാര്യം എന്തായാലും മനസ്സിലായി കാണും. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് വാങ്ങിക്കുന്നില്ല. ജെന്യുവൻ സ്പെയർ മാത്രമേ നമ്മൾ ഈ വണ്ടിയിൽ കയറ്റുന്നുള്ളൂ. പക്ഷേ ഈ വണ്ടിയുടെ കോൺഫെറ്റിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുള്ളതാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട്. ചെറിയൊരു ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പണിയാൻ കയറ്റിയപ്പോഴത്തേക്ക് കോൺഫെറ്റ് മാറിയില്ലായിരുന്നു, ബാക്കിയെല്ലാം മാറി. പിന്നെ ഈ വണ്ടിയുടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഒരു ഇൻഡിക്കേറ്റർ വർക്കാവില്ല. അപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് പറഞ്ഞവൻ അറിയത്തില്ല, ഇടിക്കും. ഫ്രണ്ടല്ല, ബാക്കാണ് വർക്കാവാത്തത്. അത് മനസ്സിൽ ഓർത്ത് വെക്കണം. നിങ്ങളല്ല, ഞാൻ. ഈ വണ്ടി കഴുകുന്നുണ്ടോ പണിയുന്നതെന്ന് എൻ്റെ പൈസയ്ക്കല്ല, എൻ്റെ വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓണറിൻ്റെ പൈസയ്ക്കാണ് നമ്മൾ പണിയുന്നത്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു ദ വീഡിയോ സ്പോൺസറായി വണ്ടിയുടെ ഓണറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടെ നമ്മൾ കൊടുക്കണം. ഇതിൽ എന്നെ കൊണ്ടുവന്ന് പോലും അറിയാൻ വയ്യ. എൻ്റെ കയ്യിൽ വണ്ടി എടുത്തുകൊണ്ട് തരാൻ നേരത്ത് ഓണർ എണ്ണ അടിച്ചിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ വഴിയിലാവും. അയ്യോ, ബൈ. വണ്ടി ഫുൾ വാഷിങ് അവിടെ കേട്ടാ. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ട് ഈ പയ്യനെ എന്തൊക്കെയോ തോന്നുന്നു. യോഷി നമ്മളെ സബ്സ്ക്രൈബറല്ല, ആ ബായും വേറൊരു ബായും ഉണ്ട്, അവരാണ് നമ്മളെ ഫ്രണ്ട്സ്. ഇനി എന്തായാലും വണ്ടി വാശിയിട്ട് കാണാം. ചുമ്മാ ഇത് ഓണാക്കി ഇരിക്കണം എന്തായാലേ. ഗേസ്, നമ്മളെ വണ്ടി കഴുകുന്നത് മാത്രമേ ഇന്ന് നടക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. അടുത്തൊരു പരിപാടി വന്നിട്ടുണ്ട്. നമുക്കൊരു ഫോൺ എടുക്കാൻ വേണ്ടി പോകണം. വിവോ ഇപ്പോൾ പുതിയൊരു മോഡൽ ഇറങ്ങിയല്ലോ, പേരെനിക്കറിയാൻ പോയി. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എനിക്കല്ല, എൻ്റെ ഫ്രണ്ടിന് വേണ്ടി. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ മിക്കവാറും
അതുകൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ വർക്ക്ഷോപ്പുകളിലെ അമിതമായ തിരക്ക് കാരണം നമ്മൾ തൽക്കാലത്തേക്ക് ആക്സിലേറ്റർ കേബിൾ പണിയുന്നില്ല. നമ്മളൊരു ഫോൺ എടുക്കാൻ വേണ്ടി നേരെ ആറ്റിങ്ങിൽ മൈജിലോട്ട്. ഫോണിൻ്റെ പേരെന്താടാ? ഫോണിൻ്റെ പേര് പോരെ. പിന്നെ നമ്മളെ വണ്ടിയുടെ ഒരു ഇൻഡിക്കേറ്റർ അല്ല 4 ഇൻഡിക്കേറ്റർ വർക്ക് ആവുന്നില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇവനെ ഓടിച്ച ഇൻഡിക്കേറ്റർ കയറി ഇതുവരുമോ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇൻഡിക്കേറ്റർ കയറിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത് 4 ഇൻഡിക്കേറ്റർ വണ്ടിയുടെ വർക്ക് ആവുന്നില്ലെന്ന്. എന്തപ്പോൾ ആറ്റിങ്ങിൽ പോയിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം നോക്കണം, പിന്നെന്തോ നോക്കണം, പിന്നെ മറ്റേ സാധനം കൂടെ ചെയ്യണം. പിന്നെ വെയിലായതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഓട്ടിങ് ചെയ്യാൻ പറ്റുകൊണ്ട് ഞാൻ ബാക്കിൽ കയറി ഇരിക്കുന്നത്. മിനിങ്ങാന്ന് എടുത്തപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ ശരിയാക്കാൻ വേണ്ടി. ഇന്നെടുത്തപ്പോഴത്തേക്ക് കടയിലെ തിരക്ക്. സംഭവം വിധി നമ്മൾക്കെതിരെയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ മൊബൈലൊക്കെ മൈജിന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിവോ X200 FE എന്ന് പറയുന്ന മോഡലാണ് എടുത്തത്. നിങ്ങളിത് കണക്ക് മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന അധികം ആൾക്കാരൊന്നും ബാക്കിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് ഈ വെയിലത്തും ബ്ലോക്കിലേക്ക് ഇട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി ഒട്ടും താല്പര്യത്തെ പരിപാടിയാണ്. ഈ ലഡാക്ക് വരെയൊക്കെ വരുന്നവർ എങ്ങനെ പോകണമെന്ന് എനിക്കറിയാൻ വയ്യാം. പക്ഷെ മഴ മഞ്ഞൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ഓട്ടിക്കും. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ബാക്ക് സീറ്റിലോട്ട് കയറിയതാണ്. നമ്മൾ ഈ ഒരു ഫോൺ അല്ലാത്ത നമ്മൾ എടുക്കാമായിരുന്നത്, വേറൊരു ഫോൺ എടുക്കാമായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഫോൺ ഇതുവരെ ലോഞ്ചായില്ല. നാളെ ലോഞ്ചാവും. പിന്നെ നമ്മളൊരു ഫ്ലോയിലിങ് എടുക്കാൻ വന്നുകൊണ്ട് നമുക്ക് എടുക്കാതെ പോകാനും പറ്റില്ല. അങ്ങനെ ഒരു 60 രൂപയായി ഫോണിന്. 60 രൂപ പൊട്ടിച്ച് കഴപ്പങ്ങ് തീർത്തിട്ടുണ്ട്. എൻ്റെ ഫോണല്ല, ഇവൻ്റെ ഫോണാണ്. ഞാനും ഈ ഫോണൊന്ന് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഞാൻ ഇതിന് എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ 8000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഈ ഫോണിൽ തന്നിട്ടേക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആക്സിലേറ്റർ കേബിളിൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അപ്പം തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. ഇന്നിപ്പോൾ നാളെ അവധിയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇന്ന് വർക്ക്ഷോപ്പിലൊക്കെ ഒടുക്കത്തെ തിരക്ക്. അപ്പോൾ ഇന്നെന്തായാലും അതിൻ്റെ പരിപാടി ചെയ്യുന്നില്ല. എന്തായാലും വണ്ടി കഴുകി നല്ല രീതിക്ക് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പിന്നെ നാളെ നമ്മളൊരു പയ്യൻ ഗൾഫിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കാൻ പോകുന്നൊരു വ്ളോഗായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അടുത്തായിട്ട് കാണുന്നത്. അപ്പോൾ ബൈ.